ഈ കേരളത്തിലുടനീളം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ റോയൽ ഡ്രൈവ് എന്നുള്ള പേര് കാണുമ്പോൾ ചില ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ചില സാധാരണക്കാർക്ക് ഒരു പേടിയായിരിക്കും. എൻ്റെ അമ്മയെ അതിലേക്ക് കയറണ്ട, കാരണം ജാഗ്വർ പോലെയുള്ള കാറുകൾ മാത്രമേ അവിടെ കിട്ടുള്ളൂ. നമ്മളെ പേടിപ്പിക്കുന്ന, നമ്മുടെ മറ്റേ കുടുംബം മൊത്തം വിറ്റാലും ആധാരം കൊടുത്താലും കിട്ടാൻ പറ്റാത്ത അത്രയും വലിയ കാറുകളാണ് അവിടെ ഇരിക്കുന്നത്. ഈ ചിന്ത ശരിയാണോ സത്യത്തിൽ? ഒരിക്കലുമല്ല. നമ്മൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ബഡ്ജറ്റ് കാറുകൾക്ക് കൂടി ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വളരെ സ്മാർട്ട് എന്ന് പറഞ്ഞിട്ട് 5 lakh to 5 ലക്ഷത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കാറുകൾ ഞങ്ങളുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു പുതിയ കാർ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു പുതിയ കാർ നമുക്ക് ഏറ്റവും ബേസ് മോഡൽ കിട്ടണമെങ്കിൽ ഒരു 65 ലക്ഷത്തിൻ്റെ മുകളിൽ കൊടുക്കണം. ബേസ് മോഡൽ. നമ്മളെ കയ്യിൽ ഒരു 15 ലക്ഷം തൊട്ട് തന്നെ ലക്ഷറി കാർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബഡ്ജറ്റ് കാറിൽ ഞങ്ങൾ ഒരു 5 lakh റേഞ്ച് വെക്കാൻ കാരണം അതിൻ്റെ താഴേക്കുള്ള ഈ പറഞ്ഞ പോലെ കസ്റ്റമറെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ്. കാരണം ഈ ബ്രാൻഡിൻ്റെ ക്രെഡിബിലിറ്റി നശിപ്പിക്കാതെ നമുക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു 5 lakh തൊട്ട്, ഇന്നിപ്പോൾ നമുക്ക് റോയൽ ഡ്രൈവിൽ 5 ലക്ഷം മുതൽ ഒരു 5 കോടി വരെയുള്ള വാഹനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്.